ഉമ്മച്ച 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 തിരുമേനി വിളിപ്പിച്ചത് മെട്രിക്കുലേഷൻ നല്ല നിലയിൽ വിജയിച്ച കാര്യം അൽപ്പാൻ നമ്മോട് പറഞ്ഞു. സന്തോഷം. ഇനി കോട്ടയം സീമൻസ് കോളേജിൽ ഉപരിപഠനം തുടങ്ങാം. എന്താ, സമ്മതമാണോ? അവിടുത്തെ ഇഷ്ടം. ഗീവർഗീസിന് ഷെമ്മാശപ്പട്ടം നൽകുവാനുള്ള ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്കായി മാതാപിതാക്കളുടെ അനുമതിയും മാവേലിക്കര ഇടവകാംഗങ്ങളുടെ ദേശക്കുറിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് തീരുമാനിച്ചു? ദൈവവേലയ്ക്കായി ഈ ജീവിതം സമർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ തിരുമേനി. അതിനായുള്ള അനുഗ്രഹം നൽകണേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്പോൾ സഫലമായല്ലോ. നമ്മുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും നിനക്കുണ്ടാവും മകനെ. ശമാശ, ശമാശ,
ഗീവർഗീസ് ഷമ്മാശ. ഷമ്മാശനെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ലേ? വിളി കേൾക്കുന്നില്ല, കുറേ വിളിച്ചു. ഷമ്മാശ, ഷമ്മാശ, ഗീവർഗീസ് ഷമ്മാശ. എത്ര നേരമായി ഞങ്ങൾ വിളിക്കുന്നു. എന്താ ഇത്ര തീക്ഷ്ണതയിൽ വായിക്കുന്നത്? ഇന്നലെ അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ബാരബ്രായിയുടെ കാനോൻ സംഹിത. പരുമല ഗ്രിഗോറിയോസ് തിരുമേനി സ്വന്തം കൈപ്പടയിൽ എഴുതിയതാ. വായിച്ചോളൂ, എന്റെ ആവശ്യം നാളെ മതി. ഇത്രയും ഏകാഗ്രതയുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യം കാണുകയാണ്. FA പരീക്ഷ പാസ്സായ സ്ഥിതിക്ക് ഷമ്മാശനെ BA പഠിക്കാൻ മദുരാശി ക്രിസ്ത്യൻ കോളേജിൽ ചേർക്കാനാണ് തിരുമേനി നിശ്ചയിച്ചിരിക്കുന്നത്. സഭാ നേതാക്കന്മാരെല്ലാം പഠിച്ചിറങ്ങിയ കലാലയമല്ലേ എൻ്റെ ഭാഗ്യം. മാത്രവുമല്ല, ഒരുപാട് സഭാസ്നേഹികൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നുമുണ്ട്. ഷമ്മാശന് വേണ്ട എല്ലാ സഹായങ്ങളും ഏർപ്പാടാക്കാൻ കല്ലുപ്പാറക്കാരൻ മരട്ടി പീലിപ്പോസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അവിടെ MA വിദ്യാർത്ഥിയാ. എല്ലാം അങ്ങയുടെ ഇഷ്ടം. എന്നാൽ നാളെ തന്നെ പുറപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. മലങ്കരയിൽ നിന്ന് അനേകം പേർ ഇവിടെ പഠിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് അടിത്തറയുള്ള ഈ കലാലയത്തിൽ അവരുടെ വിശ്വാസ പ്രചരണങ്ങളിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കേണ്ടതുണ്ട്. ഷമ്മാശൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അവരെല്ലാം സംഘടിപ്പിച്ച് ഒരു മലയാളി സമാജം ഉണ്ടാക്കാം. മാസം തോറും ചർച്ചകളും പ്രസംഗങ്ങളും സാംസ്കാരിക പരിപാടികളും ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും അതൊരു പുതിയ അനുഭവമായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു സ്ഥലത്തിൻ്റെ സൗകര്യക്കുറവുണ്ടല്ലോ. YMCA യിൽ ഞാൻ താമസിക്കുന്ന മുറി വളരെ വലുതാണ്. നമുക്ക് അവിടെ സംഘടിച്ചാലോ? കൊള്ളാം. നമുക്ക് ഉടനെ തന്നെ മലങ്കര സുറിയാനിക്കാരുടെ ഒരു നാമാവലി എടുത്ത് ഒരു അറിയിപ്പ് കൊടുക്കാം. എല്ലാ മാസവും 2ാം ശനിയാഴ്ച നമുക്ക് യോഗം സംഘടിപ്പിക്കാം. MA പഠിക്കാൻ ഷമ്മാശൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പുരോഗമിപ്പിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും ഉയർന്ന മേഖലകളിലേക്കാണ് എനിക്കിനിയും പോകാനുള്ളത്. ഒരു വിഷയത്തിൽ മാസ്റ്റർ ആകണമെങ്കിൽ ആഴമേറിയ പഠനം വേണം. വായനയ്ക്കും പഠനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ആയതിനാൽ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും. എത്രയും പ്രിയപ്പെട്ട ഗീവർഗീസ് ഷമ്മാശൻ വായിച്ചറിയുന്നതിന് ഷമ്മാശൻ ദൈവകൃപയാൽ നല്ല മാർക്കോടെ BA പാസ്സായെന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. ഷമ്മാശൻ അവിടെ തന്നെ MA ചേർന്ന് തുടർന്ന് പഠിക്കണം എന്നാണ് വലിയ തിരുമേനിയുടെയും എൻ്റെയും മറ്റ് മിത്രങ്ങളുടെയും അഭിപ്രായം. കോളേജിലെ മലങ്കര സുറിയാനിക്കാരെ സംഘടിപ്പിച്ച് മലയാളി സമാജം രൂപം കൊടുത്തതും അതിൻ്റെ വിജയകരമായ പ്രവർത്തനത്തെക്കുറിച്ചറിഞ്ഞതിലും ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. വിജയത്തിൻ്റെ പടവുകൾ കൂടുതൽ എളുപ്പമാകാൻ മാതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് വട്ടശ്ശേരിൽ മൽപ്പാൻ. അങ്ങനെ നമുക്ക് ആദ്യമായി ഒരു MA-കാരനെ കിട്ടി, അല്ലേ മൽപ്പാനെ? അതേ തിരുമേനി. അതുമാത്രമല്ല, ഷമ്മാശന്റെ ആദ്യ കൃതി തന്നെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കൂടാതെ നേതൃപാഠവും ഭാഷാ നൈപുണ്യവും പ്രസംഗചാതുര്യവും എല്ലാം സഭാസ്നേഹികളുടെ ഇടയിൽ ഷമ്മാശനെ ഒന്നാമനാക്കിയിരിക്കുകയാണ്. അതുതന്നെയാണ് മൽപ്പാനെ ഇപ്പോൾ നമ്മുടെയും പ്രശ്നം. ഷമ്മാശിൻ്റെ ഈ നിലയിൽ ഏറെ സന്തോഷമുണ്ടെങ്കിലും ഈ ഉന്നതിക്ക് യോഗ്യമായ എന്ത് പദവിയാണ് നാം ഇപ്പോൾ നൽകുക? എൻ്റെ ഇപ്പോഴത്തെ ജോലി ഷമ്മാശന് നൽകിയാലോ? MD സെമിനാരിയുടെ പ്രിൻസിപ്പൽ പദവിയാണോ ഉദ്ദേശിച്ചത്? അതേ തിരുമേനി. പരുമല തിരുമേനി കാലം ചെയ്തതിനു ശേഷം അവിടുത്തെ സെമിനാരിയുടെ ചുമതലയും
എനിക്ക് നോക്കേണ്ടതുണ്ട്. ഈ പ്രിൻസിപ്പൽ സ്ഥാനം ഏൽപ്പിക്കാൻ യോഗ്യനായ ഒരാളെ ഇപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്. ഷമ്മാശൻ എന്തുകൊണ്ടും ഈ പദവിക്ക് അർഹനാണ് തിരുമേനി. നല്ല കാര്യമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ തൻ്റെ സ്വന്തം ശിഷ്യനായ ഷമ്മാശിനെ മേലധികാരിയായി നിയമിക്കുന്നത് ഹെഡ്മാസ്റ്ററായ മാമൻ മാപ്പിളയ്ക്ക് പരിഭവമുണ്ടാക്കില്ലേ? വലിയ അഭിമാനിയുമാണ് അദ്ദേഹം. മാമൻ മാപ്പിള ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒഴിവിൽ നമുക്ക് ഷമ്മാശനെ നിയമിക്കാം. കാര്യദർശിയും പക്വമതിയുമായ അദ്ദേഹത്തെ നമുക്ക് കാര്യങ്ങൾ പിന്നീട് പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. എല്ലാം കർത്താവ് പറയുന്നത് പോലെ ചെയ്യുക. അവിടത്തേക്കൊന്നും പിഴയ്ക്കില്ലല്ലോ. ശരി തിരുമേനി. ചാക്കോച്ചൻ്റെ നെല്ലുകുത്ത് സ്ഥാപനം നിർത്തിയത് കൊണ്ട് വിഷമിക്കണ്ട. ഇനി മുതൽ നിങ്ങൾ കിളിയിലേത്ത് ചാക്കോച്ചൻ മാത്രമല്ല, മാനേജർ ചാക്കോച്ചൻ കൂടിയാ. ഞാൻ അതിന് അർഹതപ്പെട്ടവനാണോ ഷമ്മാശ? തീർച്ചയായും. ചാക്കോച്ചനെ പോലെ അറിവും പ്രാപ്തിയുമുള്ള ഒരാൾക്ക് ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് നമ്മെ സഹായിക്കാൻ കഴിയൂ. എന്തു പറയുന്നു? മാനേജറുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് കൂടി അറിഞ്ഞാലല്ലേ സ്വീകാര്യമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. ഒന്നാമതായി 4 മണിക്കൂറിലധികം ഉറങ്ങാൻ എന്നെ അനുവദിക്കരുത്. അപ്പോ 20 മണിക്കൂർ ജോലി ചെയ്യാനോ? ഇത്രയും ജോലി ചെയ്യുന്ന ഒരാൾക്ക് 4 മണിക്കൂർ സമയം പോരല്ലോ ഉറങ്ങാൻ. എനിക്ക് ഈ മാനേജർ ഉദ്യോഗം വേണ്ട. വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് എൻ്റെത്. സ്കൂളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം, പഴയ സെമിനാരി കാര്യവും സമുദായ കാര്യവും നോക്കണം. എല്ലാം കൂടി 24 മണിക്കൂർ തന്നെ തികയില്ല. ശരി, കർത്താവിന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ തിരുത്താൻ ഈ ചാക്കോ ആളല്ലല്ലോ. എന്താ തിരിയുന്നത്? ഞാൻ എപ്പോഴും വായിക്കാറുള്ള ആ പുസ്തകം ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ആ ഷെൽഫിലൊന്ന് നോക്കട്ടെ. കത്തോലിക്കനായ തോമസ് അക്കംബിസ് രചിച്ച വിശ്വവിഖ്യാതമായ പുസ്തകമാണ്. വേദപുസ്തകം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകം. ദാ കിട്ടി, ഇവിടെ ഉണ്ട്. മാനേജർ ചാക്കോച്ചൻ്റെ ആദ്യത്തെ സേവനം. മനുഷ്യന്റെ എല്ലാ ഭൗമവാസനകളെയും നശിപ്പിച്ച് ദൈവ തേജസ്സിലേക്ക് ഉയരുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ പുസ്തകത്തിൽ. ഇതെപ്പോഴും ഈ മേശമേൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ സ്കൂളിൻ്റെ അരിഷ്ടതകൾ മാറാൻ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ലല്ലോ. അതിനൊരു പോംവഴി കണ്ടെത്തണം. പഠന നിലവാരം മെച്ചപ്പെടുത്തണം. അറിവ് നേടുന്നതിനോടൊപ്പം തന്നെ സൽസ്വഭാവ പോഷണവും വിദ്യാഭ്യാസ ലക്ഷ്യമാണെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. ദൈവകൃപയും ഷമ്മാശന്റെ ഉത്സാഹം കൊണ്ട് എല്ലാം ഭംഗിയാവും. കർത്താവേ, വിശ്രമം ആഗ്രഹിക്കാതെ നിന്റെ മഹത്വത്തിനായി പ്രയത്നിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണേ. ഷമ്മാശൻ പട്ടമേൽക്കുകയാണല്ലേ. 11 വർഷം മുമ്പ് ഞാൻ കണ്ടെത്തിയ മാണിക്യം ഇപ്പോൾ 1000 പ്രഭ തൂകി നിൽക്കുന്നു. തമ്പുരാന്റെ കൃപയും അവിടുത്തെ അനുഗ്രഹവുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. പട്ടം കൂടെ എന്നാകണമെന്ന് തീരുമാനിച്ചോ? തമ്പുരാന്റെ അമ്മച്ചിയുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിൽ തന്നെ നടത്താം അല്ലേ തിരുമേനി? ആ, എങ്കിൽ ആ ദിവസം തന്നെ ആകട്ടെ. പട്ടംകുടയ്ക്ക് തിരുമേനി വരണം, അനുഗ്രഹിക്കണം. ഞാൻ ദൂരയാത്ര ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിലല്ല. എങ്കിലും സ്വർഗാരോപണ തിരുനാൾ വരെ പരുമല തിരുമേനിയുടെ കബറിടത്തിൽ ധ്യാനവും ഉപവാസവും ചെയ്യണം. ഈ ഒരു കർമ്മത്തിനും കൂടി സാക്ഷ്യം വഹിക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കാം തമ്പുരാൻ കർത്താവ് എന്നെ ഇതുവരെ തിരിച്ചു വിളിക്കാത്തത്. എത്ര ദൂരമാണെങ്കിലും ഞാൻ വരും. എനിക്ക് വരണം. ഈ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കണം. അബ്ദുള്ള പാത്രിയാർക്കീസ് ബാവ അവിടത്തേക്ക് അയച്ച കത്തിൽ ബാവ ഉടനെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നുവെന്ന്. നമുക്ക് ബോംബെയിൽ പോയി അദ്ദേഹത്തെ സ്വീകരിക്കണം. ബാവ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും
സഭാതലവൻ എന്ന നിലയിൽ ആദ്യമായിട്ടാണ്. ആരൊക്കെയാണ് ബോംബെയിലേക്ക് പോകേണ്ടതെന്ന് കൂടി? ബോംബെയിലെ സ്വീകരണം പോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു തിരുമേനി. ഏതായാലും ബോംബെയിലേക്ക് ഞാൻ പോയേ മതിയാവും. ഒപ്പം എംഎച്ചനും ഉണ്ടാവണം. എല്ലാം തിരുമേനിയുടെ ഇഷ്ടം. എന്തെങ്കിലും കാരണമില്ലാതെ ബാവ ഇവിടെ എഴുന്നള്ളുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടുത്തെ ഭരണം ശക്തിപ്പെടുത്താനും അന്ത്യോക്യയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താനുമെന്നാണ് കത്തിൽ വായിച്ചു കേട്ടത്. ചില വർത്തമാനങ്ങളിൽ നിന്നും മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യം ഈ വരവിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വരവ് സഭയെ പിളർത്തുമോ എന്നാണ് എൻ്റെ ശങ്ക. സഭയെ പിളർക്കാനോ? അതെങ്ങനെ നടക്കാൻ? മെത്രാപ്പൊലിത്തക്ക് ശത്രുക്കളുണ്ട്. പക്ഷേ കൂനൻകുരിശ് സത്യം നടന്ന് 2 വർഷം കഴിഞ്ഞ് ഇവിടെ എത്തിയ മാർ ഗ്രിഗോറിയോസ് ആണ് കേരളത്തിൽ യാക്കോബായ സഭയുണ്ടാക്കുവാനുള്ള കാരണക്കാരൻ. മാർ പത്രോസ് പാത്രിയാർക്കീസ് എത്തിയപ്പോഴാണ് സഭ പിളർന്ന് മാർത്തോമാ സഭയുണ്ടായത്. ഇപ്പോ അബ്ദുല്ല പാത്രിയാർക്കീസ് വരുമ്പോൾ വീണ്ടും ഒരു പിളർപ്പിലേക്ക് അത് വഴിതെളിക്കാതിരുന്നെങ്കിൽ. ഏത് മുറിയിലാണ്? അവിടെ അകത്തെ മുറിയിലാ. സൂക്ഷിക്കണേ. ദിനം എന്താ അറിയാമല്ലോ. കൊച്ചച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അറിയിച്ചതാ. വൈദ്യന്മാർ നോക്കിയിട്ട് എന്തു പറഞ്ഞു? വസൂരിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ മരുന്നില്ല. രോഗികളെ പായിൽ പൊതിഞ്ഞ് പകുതി ജീവനോടെ കുഴിച്ചു മൂടുകയാ പതിവ്. വേഗം കണ്ടിട്ട് ഇറങ്ങിക്കോണം. കന്തിയില കൊടുക്കാൻ അച്ഛന്മാരാരെങ്കിലും വന്നോ? കുമ്പസാരിപ്പിക്കാൻ വന്ന 2 അച്ഛന്മാർ ജനലിൽ കൂടെ നോക്കിയിട്ട് തിരിച്ചുപോയി. വന്നുമില്ലേ? വരുമെന്നറിയാമായിരുന്നു. അങ്ങേക്ക് കുമ്പസാരിക്കണ്ടേ? വേണം വേണം. ഈ കൊച്ചച്ഛൻ എന്തു ഭാവിച്ചാ? കർത്താവേ, കാത്തുകൊള്ളണേ.
ഇതെന്തൊരു സംഭവം? മെത്രോപൊലിത്തയെ ഉപദ്രവിക്കാൻ ചട്ടമ്പികളെ കൊണ്ടുവന്ന് സെമിനാരിയിൽ പാർപ്പിച്ചിരിക്കുന്നു. അവന്മാര് കാരണം എംഎച്ചിനും തിരുമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അവര് സെമിനാരി ചട്ടമ്പിയിൽ ഇറക്കിയ സ്ഥിതിക്ക് നമുക്കും കാവൽക്കാരെ നിർത്തണം. പരിപാവനമായ സെമിനാരിയിൽ കത്തിയും കുറുവടിയും ചട്ടമ്പികളുടെ ആക്രോശവും. അവരുടെ ദുഷ്വാക്കുകളിലും പ്രവൃത്തിയിലും അന്തരീക്ഷം മലിനപ്പെടും. നമ്മളും അവരുടെ വഴി തന്നെ തുടരണോ? എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്? അച്ഛൻ എന്താ കരുതിയത്? കമാലുദ്ദീൻ എന്നൊരു കൊലപ്പുള്ളി അവരുടെ നേതാവ്, എന്തിനും മടിക്കാത്ത കൂട്ടരാ. പെരുങ്ങരയിൽ ആനപ്പാപ്പി എന്ന് വിളിക്കുന്ന ഒരു മല്ലനുണ്ട്. ആറ്റുപുറത്ത് വർക്കി വർഗീസ്. നമുക്ക് അയാളെ കൊണ്ടുവരാം. ബഹുമിടുക്കനാ. എന്താ? എന്തൊരാത്മീയ പാപ്പരത്വം! തെമ്മാടി, 12 കൊല്ലം മുടങ്ങാതെ നോമ്പ് നോറ്റ് പഠിച്ച കളരിമുറകളൊന്നും ഞാൻ മറന്നിട്ടില്ല. അച്ഛോ, നാക്കുകൊണ്ടല്ല കളരിച്ചുവിട് കാണിക്കേണ്ടത്. അനിയം പണിക്കരെ ഇങ്ങോട്ട് ഇറക്കിവിട്. ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് മുട്ടാൻ എന്റെ ഈ വെറും കൈ മാത്രം മതി. അടാ, നമുക്ക് നോക്കാം. അടങ്ങ് കമാലെ, അടങ്ങ്. ആ, ചാക്കോച്ചനോ? സെറാംപൂർ കോളേജിൽ പ്രൊഫസറായി പോകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ? ആ, വട്ടശ്ശേരിൽ തിരുമേനിയുടെ തീരുമാനമനുസരിച്ചാണ് യാത്ര. അവിടുത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ ഹൗവൽസിന്റെ താല്പര്യത്തിലാണ് ഈ പുതിയ പദവി. പക്ഷേ കക്ഷിവഴക്കുകൾ നടക്കുന്ന ഈ സമയത്ത് തിരുമേനിയെ വിട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് സാരമില്ല. ഈ പദവി കൊണ്ട് പണിക്കരച്ചനും സഭയ്ക്കും കൂടുതൽ ഉന്നതി ലഭിക്കുമെങ്കിൽ അതാ നല്ലത്. MD സെമിനാരിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി ശമ്പളം അവിടുന്ന് കിട്ടും. ഇവിടുത്തെ ശമ്പളം കൊണ്ട് തന്നെ 4 ഷമ്മാശന്മാരുടെ ഉപരിപഠനം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. സെറാംപൂരിലെ ശമ്പളം കൊണ്ട് 40ഓളം പേരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. അങ്ങനെ പഠിച്ചു വരുന്നവരുടെ സേവനം കൊണ്ട് നമുക്ക് MD സെമിനാരിയോട് ചേർന്ന് ഒരു വൈദിക കോളേജ് തുടങ്ങുകയും ചെയ്യാമല്ലോ. MD സെമിനാരിയിലെ സകല ചുമതലകളും ഏൽപ്പിക്കാൻ ചാക്കോച്ചനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ കടമകൾ യാതൊരു വീഴ്ചയും കൂടാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സെറാംപൂരിലേക്ക് ഒരാളെ കൂടി കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. അതാരാ? യാക്കോബ് ഷമ്മാശന? ആ, അതെ, യാക്കോബ് ഷമ്മാശൻ. പഠനത്തിൽ സമർത്ഥൻ, നിർമ്മല ഹൃദയൻ. ഷമ്മാശനെ കൂടുതൽ പഠിപ്പിക്കണം. എവിടെ ചെന്നാലും മാതൃകാപൂർണനായിരിക്കും അയാൾ. എല്ലാം ഷമ്മാശന്റെ ദൈവാനുഗ്രഹം. ഞാൻ സെറാംപൂരിലാണെങ്കിലും ഇവിടുത്തെ എല്ലാ വിവരങ്ങളും അപ്പോൾ എന്നെ അറിയിക്കണം. ആ, എന്നാൽ ചാക്കോച്ചൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. അങ്ങനെ ആവട്ടെ അച്ചോ. സഭാചരിത്രവും ധനതത്വശാസ്ത്രവും ഈ 2 വിഷയങ്ങളുടെ ചുമതലയാണ് എനിക്കിവിടെ നൽകിയിരിക്കുന്നത്. യാക്കൂബ് ഷമ്മാശനും എനിക്കൊപ്പമാണ് താമസം. ഓരോ വിദ്യാർത്ഥിയുടെയും പഠന നിലവാരം അളന്നുള്ള വിദ്യാദാനമാണ് നടക്കുന്നത്. പ്രഭാഷണ പാഠവുമുള്ള വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയ്ക്കും രൂപം കൊടുത്തിട്ടുണ്ട്. മലങ്കര സഭയിൽ നിന്നും കുറച്ച് സുറിയാനിക്കാരെ
ഇവിടെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസം ചെയ്യിക്കാനും പുരാതന രീതിയിൽ ഒരു ആരാധനാലയം നിർമ്മിച്ച് ആരാധന നടത്തുവാനും ഡോക്ടർ ഹൗവൽസ് സമ്മതിച്ചിട്ടുണ്ട്. വാളക്കുഴിയിൽ ജോസഫ്, പാറോട്ട് മാത്യൂസ്, മൂക്കഞ്ചേരിൽ പത്രോസ്, ഇങ്ങനെ ചില സഭാധീഷ്ണരും സമർത്ഥരായ മറ്റു ചിലരുടെയും പേരുകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. മറ്റുള്ളവരെയും കൂടി തിരുമേനി കണ്ടെത്തി ഇങ്ങോട്ട് അയക്കുമല്ലോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചാക്കോച്ചൻ്റെ കത്തിലുണ്ടായിരുന്നു. തിരുമേനിക്ക് സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആയുരാരോഗ്യത്തിനു വേണ്ടി തമ്പുരാൻ്റെ അമ്മച്ചിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവം, ഗീവർഗീസ്. എന്തൊക്കെയുണ്ട് ചാക്കോച്ച സെമിനാരിയിലെ വിശേഷങ്ങൾ? എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിവിടെ നോക്കുന്നുണ്ട്. യാത്രയൊക്കെ സുഖമായിരുന്നു. കേസും കാര്യങ്ങളും ഒഴിഞ്ഞ് നേരെ ഇല്ലാതായി. എന്താ ചെയ്യാ? 3 വർഷത്തെ കൽക്കത്ത ജീവിതം അച്ഛനിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലല്ലോ. എന്ത് മാറ്റം വരാനാ ജോണേ? ജീവിച്ചത് അവിടെയായിരുന്നെങ്കിലും മനസ്സിവിടെ അല്ലായിരുന്നോ? പിന്നെ കേസൊക്കെ എവിടം വരെയായി? വിസ്താര കാര്യങ്ങളൊക്കെ ചാക്കോച്ചൻ എഴുതിയിരുന്നല്ലോ. ഇനിയും നീളും. എല്ലാ പള്ളികളിലും ഓരോരോ കേസുകളാ. അടിയും വഴക്കും ഇല്ലാത്ത ദിവസങ്ങളില്ല. കോടതി ഉത്തരവാണ് ജനങ്ങൾക്ക് വേണ്ടത്. എല്ലാവർക്കും അധികാരഭ്രാന്ത, പണത്തിനോടുള്ള ആർത്തിയും. കൂതാശകളിലൊന്നും ജനങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ലാതായിരിക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി കൂടിയിട്ട് എന്തെങ്കിലും പോംവഴി കണ്ടെത്താമായിരുന്നില്ലേ? മാനേജിംഗ് കമ്മിറ്റിയൊക്കെ കൂടി, പക്ഷേ തീരുമാനങ്ങളൊന്നും തന്നെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ളതായിരുന്നില്ല. പള്ളിയും പള്ളി സ്വത്തുക്കളും പാത്രിയാർക്കീസ് വിഭാഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. എല്ലാം പരിത്യജിച്ച യേശുനാഥന്റെ ശിഷ്യരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ നൈമിഷികങ്ങളായ സമ്പത്തിന് പിന്നാലെ പായുന്നു. അഗതികളെപ്പോറ്റി ആതുര സേവനം നടത്തേണ്ട നമ്മുടെ സന്നദ്ധ സംഘടനകൾ ശത്രു സംഹാരത്തിനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. കഷ്ടം. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ ഇത് നാശത്തിലേ തീരും. എനിക്ക് തിരിച്ചു പോകാൻ 1 മാസത്തോളം സമയമുണ്ട്. നമുക്കൊരുമിച്ച് എല്ലാ പള്ളികളിലും ഒന്ന് കയറിയിറങ്ങാം. അച്ഛൻ്റെ കൂടെ ഞങ്ങളുമുണ്ട്. ശമാശ, ഞാൻ എഴുതിയ പാപമോചനം എന്ന പുസ്തകത്തിന്റെ കുറച്ച് പ്രതികൾ കൂടി എടുത്തോ. ആവശ്യക്കാർക്ക് നമുക്ക് സൗജന്യമായി കൊടുക്കാം. ശരി അച്ചോ.